ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണം തന്നെയെന്ന NIA സംഘത്തിന്റെ കണ്ടെത്തൽ. ചാവേറായ ഉമർ ഉൻ നബിയുമായി സ്ഫോടനത്തിന് പദ്ധതിയിട്ട അമീർ റാഷിദ് അലി എന്നയാളെ അന്വേഷണ സംഘം പിടികൂടി. ഇയാൾ ജമ്മു സ്വദേശിയാണ്. ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ സ്ഫോടക വസ്തുക്കളുമായി യാത്ര ചെയ്തപ്പോൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ നടത്തുകയാണ് അന്വേഷണ സംഘം. അഭിലാഷ് രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഇതൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ള പൂർണ്ണ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതെങ്ങനെ? എൽദോ, ഇപ്പോൾ അന്വേഷണ സംഘം ഇതൊരു ചാവേർ ആക്രമണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിൽ ഈ അമീർ റാഷിദ് അലി എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ സ്വദേശിയായിട്ടുള്ള ഇയാളുടെ അറസ്റ്റോട് കൂടിയിട്ടാണ് ഇതൊരു ചാവേർ ആക്രമണം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് NIA എത്തുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഈ ഒരു ചാവേർ ആക്രമണം പദ്ധതി ഇട്ടതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഹ്യുണ്ടായി i20 കാറ് വാങ്ങിച്ചത് ഈ പറയുന്ന അമീർ റാഷിദ് അലിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇയാളാണ് ഇതിൽ IED കണക്ട് ഫിക്സ് ചെയ്തിട്ട് അത് ഈ ഡൽഹിയിലെ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി പൊട്ടിക്കാം എന്നുള്ള ഒരു കാര്യം ഉമർ ഉൻ നബിയുമായി സംസാരിച്ചതെന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പ്രത്യേകമായി ഈ പർട്ടിക്കുലർ ഈ ഒരു സ്ഫോടനം ഇരുവരും ചേർന്നാണ് പദ്ധതിയിട്ടതെന്നുള്ളതിൻ്റെ തെളിവുകൾ NIAക്ക് ലഭിച്ചതോടു കൂടിയിട്ടാണ് ഇതൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ള സ്ഥിരീകരണം വന്നത്. നേരത്തെ ഇതൊരു ഈ ബോംബുമായി പോകുമ്പോൾ, സ്ഫോടന വസ്തുവുമായി പോകുമ്പോൾ താനെ പൊട്ടിത്തെറിച്ചതാകാം, അബദ്ധത്തിൽ പൊട്ടിയതാകാം എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്ന വിവരം. എന്നാൽ പ്രാഥമികമായിട്ടുള്ള നിഗമനം, എന്നാൽ അത് അങ്ങനെയല്ല, അവർ പദ്ധതിയിട്ട് ചെയ്തത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപ്പോഴും ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ചാന്ദിനി ചോക്കിൽ ഇതിനേക്കാളും ആൾത്തിരക്കേറിയ സ്ഥലം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ആൾത്തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലത്ത് ഈ ബോംബ്, ഈ കാർ പൊട്ടിത്തെറിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം നമ്മുടെ അന്വേഷണ സംഘം കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നാൽ വ്യാപകമായ രീതിയിലുള്ള പരിശോധനകളാണ് രാജ്യത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലും ജമ്മുവിലും, അത് പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പരിശോധനകൾ നടന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. മാത്രമല്ല, അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഒരു നഴ്സായിട്ടുള്ള ശോഭ ഖാൻ എന്ന് പറയുന്ന ഒരാളെ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവർ ഈ ഉമർ ഉൻ നബിയെ സഹായിച്ചു, ഇവരെ ഹരിയാനയിൽ ഇയാൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കൂടി NIAക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ഈ വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ സംഘത്തിന് അവർക്കൊപ്പം ഉണ്ടായിരുന്നവരും അതുപോലെ ഇവർക്ക് സഹായിച്ചതുമായിട്ടുള്ള നിരവധി പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഡൽഹി ബ്ലാസ്റ്റിലൂടെ ചുരുളഴിഞ്ഞത് രാജ്യത്തെമ്പാടും നടത്താനിരുന്ന, രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നടത്താനിരുന്ന വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകളെയാണ് ഇപ്പോൾ പോലീസിന് തകർക്കാൻ കഴിഞ്ഞതെന്നുള്ള ഒരു ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ജമ്മു, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങി രാജ്യത്തിൻ്റെ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇവരുടെ ആളുകൾ പലയിടങ്ങളിലായി നിൽക്കുകയായിരുന്നു. ഇവർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഇവർ കൂടുതൽ രീതിയിലുള്ള സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അവരാണ് ഇപ്പോൾ NIAയുടെ അന്വേഷണത്തിലൂടെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് NIA സംഘം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. മാത്രമല്ല, നമുക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാന വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഇവർക്കൊപ്പമുണ്ട്, ഇവരുടെ കൂടെയുണ്ട്. അതായത് രാജ്യത്തിൻ്റെ യുവാക്കൾ ഒരു വലിയ കുറച്ചു പേരെങ്കിലും ഈ ഒരു കൂട്ടത്തിലേക്ക്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന, ആശങ്കയുയർത്തുന്ന ചില വിവരങ്ങൾ കൂടി ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ നമുക്ക് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന വിവരം. എന്തായാലും ഇപ്പോൾ NIAയുടെ അറസ്റ്റുകളും കൂടുതൽ നടപടികളും മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ചെങ്കോട്ട സ്ഫോടനം എന്ന് പറയുന്നത് അതൊരു അബദ്ധത്തിൽ പൊട്ടിയതായിരുന്നില്ല, അത് ഒരു ചാവേർ ആക്രമണമാണെന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത്. എൽദോ, റൈറ്റ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. NIA ഒരു ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുന്നു.